എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് തഴുതാമ തോരനാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു തോരനാണ് ഇത്. സംസ്കൃതത്തിൽ ഇതിന് പുനർനവ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഇതിനുള്ള ഗുണങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലാകും. ഈ വീഡിയോയുടെ അവസാനം ഇതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതിവിടെ കോമ്പൗണ്ട് വൃത്തിയാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ തഴുതാമ കിട്ടിയതാണ്. ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടും ഇലയുമാണ് തോരൻ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇലയും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇലയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാർന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചീരയൊക്കെ മുറിക്കുന്നത് പോലെ മുറിച്ചെടുത്താൽ മതി. കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരാൻ തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന അരി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇതുപോലെ പൊട്ടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അരിയെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കറിവേപ്പിലയും 2 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ ചേർത്ത കൂട്ടെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള എരിഞ്ഞതും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തഴുതാമ ചേർത്ത് കൊടുക്കാം. ഇലക്കറി ആയതുകൊണ്ട് അടച്ചു വെക്കാതെയാണ് വേവിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കൂട്ടിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തഴുതാമ ഇതുപോലെ എന്തെങ്കിലും കറി വെച്ചോ ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. കണ്ണിനുള്ള പല കുഴപ്പങ്ങളും കരളിനുള്ള കുഴപ്പങ്ങളും കിഡ്നിക്കുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് തഴുതാമയുടെ പല മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്. ഇലയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തഴുതാമയ്ക്ക് ഒരു ഷാർപ്പായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ പരിപ്പ് വേവിച്ച് ചേർക്കുകയാണെങ്കിൽ ആ ടേസ്റ്റ് ഇല്ലാതെ വരും. വളരെയധികം ഗുണങ്ങളുള്ള ഒരു തോരനാണ് തഴുതാമത്തോരൻ. എല്ലാവരും വല്ലപ്പോഴുമെങ്കിലും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് ഒരു പരിഹാരമാണ്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.